രാഷ്ട്രീയം തുടങ്ങുന്നത് എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം തൊട്ടാണ്. അത് വിദ്യാർത്ഥി സമയം മുതൽ SFIയിലും തുടർന്ന് DYFIയിലും തുടർന്ന് CPIMലും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ദീർഘകാലം യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ഭാരവാഹിത്വത്തിലും തുടർന്ന് പൊതുപ്രസ്ഥാനത്തിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുമെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 986 മുതൽ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അപ്പൊ ഇത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു വിഭാഗീയതയിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് സ്പാർക്ക് എന്താണ് സഹിച്ചേട്ടാ? വിഭാഗീയതയിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല. അത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെല്ലാം ഒരു ചില കാര്യങ്ങളുണ്ട് സംഘടനാപരമായി. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, അതുപോലെ ലോക്കൽ സമ്മേളനം, അങ്ങനെയെല്ലാം സംഘടനാ സമ്മേളനങ്ങളെല്ലാം നടത്തി എല്ലാ പാർട്ടി അംഗങ്ങളുടെയും നല്ല ചർച്ചയും തീരുമാനങ്ങളും എല്ലാം എടുത്തിട്ടാണ് പുതിയ ഭാരവാഹികളെ എല്ലാം തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഈ ഫസ്റ്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ഇപ്പൊ കൊഴിഞ്ഞാമ്പാറ പോലൊരു മേഖല ശക്തമായ കോൺഗ്രസ് അടിത്തറയുള്ള ഒരു പഞ്ചായത്തായിരുന്നു. ഞങ്ങളൊരു ടീമായി നല്ലൊരു സെറ്റ് രൂപപ്പെടുത്തി കഴിഞ്ഞ 10-15 വർഷത്തെ നല്ല സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കോൺഗ്രസിന് രാഷ്ട്രീയമായി ഒരു തളർച്ച ഉണ്ടാവുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സെറ്റ് ടീം നന്നായിട്ട് CPIMനൊപ്പം നിന്ന് 2015 ആദ്യമായി നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കൊഴിഞ്ഞാമ്പാറയിലെ കോൺഗ്രസ് ഭരണസമിതി മാറുകയാണ് ചെയ്തത്. 2010 തെരഞ്ഞെടുപ്പിൽ CPIMന് 2 പഞ്ചായത്ത് അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് മറിച്ച് 2015 ആവുമ്പോൾ നമുക്ക് ഭരണം LDFന് കിട്ടുന്ന നിലയിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളായിരുന്നു LC സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദീർഘമായ ഒരു സംഘടനാ പ്രവർത്തനം ഒരു നല്ല നിലയിൽ നടത്തിപ്പോയ ഒരു ലോക്കൽ കമ്മിറ്റി ആയിരുന്നു കൊഴിഞ്ഞാമ്പാറ. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ കോൺഗ്രസിനകത്ത് ഉള്ള ആളുകൾ ഇനിയിപ്പോ കോൺഗ്രസ് ഒരു തിരിച്ചു വരവില്ല, എന്നാൽ പിന്നെ സ്വാധീനം CPIMനാണ് എന്നതുകൊണ്ട് കോൺഗ്രസിന്റെ ചില ആളുകൾ CPIMലേക്ക് വരിക. അപ്പൊ വന്ന ആളുകൾക്ക് മാന്യമായിട്ടുള്ള അക്കോമഡേഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആളുകൾ എന്ന് പറയുന്ന ഒരാൾക്ക് വന്നവരെല്ലാവർക്കും നിരവധി ആളുകൾ കോൺഗ്രസ് CPIMനകത്ത് വന്നു ആ ഘട്ടത്തിൽ. അതെന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാം പ്രവർത്തനവും CPIMന് ഭരണം കിട്ടിയതിന്റെയും ഭാഗമായിട്ടാണ്. കോൺഗ്രസ് തന്നെ ഇങ്ങനെ നന്നായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കൾ CPIMലേക്ക് വരുമോ? വരില്ല. അപ്പൊ കോൺഗ്രസ് ഒരു തകർച്ചയിലേക്കാണ് കൊഴിഞ്ഞാമ്പാറയിൽ എന്നുള്ളത് മനസ്സിലാക്കിയാണ് കോൺഗ്രസിന്റെ തന്നെ നേതാക്കളെല്ലാം CPIMലേക്ക് വരുന്നത്. വന്ന ആളുകൾക്കെല്ലാം മാന്യമായിട്ടുള്ള അക്കോമഡേഷൻ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അന്ന് നേതൃത്വത്തിലുള്ളപ്പോൾ കൊടുത്തിരുന്നു. പക്ഷെ സംഘടനാപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ ശേഷിയുള്ള ഒരു കേഡറെ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനൊന്നും സാധിച്ചിട്ടില്ല. അത് കുറെ അനുഭവ സമ്പത്തുള്ള ആളുകളാണ് അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ആ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. പക്ഷെ അപ്പോഴാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ടീമിന്റെ നിലപാടിനെ അപ്പുറം മറികടന്ന് ഏരിയ നേതൃത്വവും അതിന് ജില്ലാ സെക്രട്ടറിയുടെ ഒരു ഇടപെടലും ഇതെല്ലാം ആ ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നതിന് ശരിയല്ല, നിങ്ങൾ പറയുന്നത് ശരിയല്ല, കോൺഗ്രസ് എന്ന് വന്ന ആളെ ലോക്കൽ സെക്രട്ടറി ആക്കണമെന്ന നിലയിലുള്ള ഒരു വിഭാഗീയ പ്രവർത്തനത്തിന് ആദ്യം രൂപം കൊടുത്തത് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ്, ഞങ്ങളല്ല. ഞങ്ങളിവിടെ ഒറ്റക്കെട്ടായി ഒരു ടീമായി സംഘടനാ പ്രവർത്തനം നടത്തി നല്ല നിലയിൽ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. 2020-ലും 2015 തുടർ ഭരണം 2020-ലും അത് നിലനിർത്തി. അതിൻ്റെ പ്രസിഡന്റായിരുന്നു ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു. ഏരിയ സെന്ററിലായിരുന്നു. ഇപ്പോൾ ഈ കൊഴിഞ്ഞാമ്പാറയിൽ നിന്നുള്ള ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ശാന്തകുമാർ നിലവിലുള്ള LC സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹവും ഞാനും 2 പേരായിരുന്നു ഈ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നത്.
ഞങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായം ചോദിക്കാതെ ജില്ലാ സെക്രട്ടറിയുടെ തന്നിഷ്ടപ്രകാരം കോൺഗ്രസ് നിന്ന് വന്ന ഒരാളെ പാർട്ടിയുടെ സംഘടനാ ചുമതല ഏൽപ്പിക്കുന്ന ഒരു നിലയാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ LC സെക്രട്ടറി ആകുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയാം. അപ്പോൾ എന്ത് വിഷയം നിങ്ങളും സുരേഷ് ബാബുവും തമ്മിൽ സംസാരിച്ചിട്ട് എടുക്കാറുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചോദിക്കാതെ ഈ പറയുന്ന പ്രാദേശിക നേതാവിനെ അപ്പോൾ പറഞ്ഞിട്ടേ ഇല്ലേ നിങ്ങളെ കൊണ്ട് ഞാൻ ഒരാളിങ്ങനെ എടുക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഇല്ലേ? ഇല്ലല്ല, അയാളെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഞങ്ങൾ തന്നെയാണ് എടുത്തത്. ഒരു കമ്മിറ്റിയിൽ അംഗമാവും, പക്ഷെ കമ്മിറ്റിയെ നയിക്കാനുള്ള ശേഷിയൊന്നും അദ്ദേഹത്തിന് ഇല്ല. അപ്പൊ അതും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞങ്ങളുടെ മേലെ വിഭാഗീയമായിട്ടുള്ള ചിന്ത അദ്ദേഹം പുലർത്തുകയും അത് പറ്റില്ല, അയാൾ തന്നെ ആവണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയും ചെയ്തത്. അപ്പൊ അത് ഞങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും നേതാക്കന്മാർക്കും എല്ലാം അത് ശരിയല്ല. കാരണം ഒരു പാർട്ടി രംഗത്ത് നിന്ന് പ്രവർത്തിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരാളെ പെട്ടെന്ന് അങ്ങനെ കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് പൊതുവിൽ എല്ലാവരും എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ചേരിതിരിവ് കൊഴിഞ്ഞാമ്പാറയിൽ സംഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പഞ്ചായത്ത് ഇലക്ഷന്റെ മുൻപിലായിട്ട് അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ സ്വന്തമായിട്ട് അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഒരു സംഘടനാ പ്രശ്നം ഇവിടെ വന്നു. അപ്പൊ അത് പരിഹരിക്കുന്നതിന് ഞങ്ങൾ തന്നെ സ്വമേധയാ ഒരു ശ്രമം നടത്തി. എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പൊതു രാഷ്ട്രീയത്തിന് മുമ്പിൽ കാണിക്കേണ്ട എന്ന് പരമാവധി ഞങ്ങൾ ശ്രമിച്ച് ഇത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി അന്ന് പ്രകാശ് കാരാട്ടായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ PB അംഗങ്ങൾക്ക് വിജയരാഘവൻ, പിണറായി വിജയൻ, ഗോവിന്ദ മാഷ്, അങ്ങനെ എല്ലാവർക്കും പരാതി കൊടുത്തു. അത് മാത്രമല്ല പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്കും നിരവധി പരാതികൾ ഞങ്ങൾ കൊടുത്തു. ഇതിൽ അതൃപ്തിയുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ പാർട്ടി മെമ്പർമാർ, ഇവരെല്ലാം 142ഓളം പാർട്ടി മെമ്പർമാർ എല്ലാം പരാതികൾ നേരിട്ട് കൊടുത്തു. പക്ഷെ ആ പരാതി ഒന്നും പാർട്ടി പരിശോധിച്ചില്ല. ഒരു പരാതി പോലും പരിശോധിക്കാതെ ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സ്ഥിതിയാണ് പാർട്ടി സ്റ്റേറ്റ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നലെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഒരാളിന്റെ പേരിൽ മാത്രമാണ് പറഞ്ഞത്, പക്ഷെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. അല്ലല്ല, അതാ അദ്ദേഹം എന്ത് സംസാരിച്ചു എന്നുള്ളതല്ല. നിങ്ങളുണ്ടായിരുന്നല്ലോ. അല്ല, നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രം. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ചിറ്റൂർ നടക്കുക. ചിറ്റൂർ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ കൊഴിഞ്ഞാമ്പാറയുടെ വിഷയത്തെ സംബന്ധിച്ച് പ്രതിനിധികളുടെ ചർച്ചയിലെല്ലാം മറുപടി പറയുന്ന ഘട്ടത്തിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ മറുപടി എന്ന് പറയുന്നത് കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് 17 പേരെ മെമ്പർഷിപ്പ് പുതുക്കാത്തതുള്ളൂ, മറ്റെല്ലാവരും മെമ്പർഷിപ്പ് പുതുക്കി. കൊഴിഞ്ഞാമ്പാറയിൽ പൂർവാധികം ശക്തിയോടുകൂടി സംഘടനാ പ്രവർത്തനം ഇപ്പൊ നടക്കുന്നുണ്ട്. അവിടെ പഞ്ചായത്ത് ഭരണം തുടർന്നും തിരിച്ച് പിടിക്കും, അതിലൊരു സംശയവുമില്ല. എല്ലാവരും പാർട്ടിക്കൊപ്പമായി എന്ന പച്ച നുണ, കല്ലുവച്ച നുണയാണ് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സംസ്ഥാന നേതൃത്വത്തെ ഇരുത്തിയിട്ട് പറഞ്ഞിട്ടുള്ളത്. 17 പാർട്ടി മെമ്പർമാരാണോ യഥാർത്ഥത്തിൽ പുതുക്കാത്തത്? അതെന്താണെന്ന് പരിശോധിക്കാൻ തയ്യാറാവണ്ടേ? അത് മാത്രമല്ല, ആ കഴിഞ്ഞ സമ്മേളന ഘട്ടത്തിൽ പാർട്ടി ലോക്കൽ സമ്മേളനത്തിനകത്ത് പാർട്ടി അംഗങ്ങളല്ലാത്ത BJP പ്രവർത്തകർ, ജനതാദളിന്റെ ഒരു പ്രവർത്തകൻ, കോൺഗ്രസിൽ നാളിതുവരെ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത, പാർട്ടി എന്തെന്നറിയാത്ത ആളുകൾ, ഇവരെല്ലാം കയറി സമ്മേളന പ്രതിനിധികളായി ടാഗും ബാഗും ഇട്ട് പ്രതിനിധികളായിട്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ഇത് ലോകത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നടക്കാത്തൊരു കാര്യമാണ്. കാരണം BJP-കാരൻ കയറി ഇരുന്നിട്ടല്ല CPM-ന്റെ ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധിയായി അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് പോലുമില്ല. യഥാർത്ഥത്തിൽ പാർട്ടി ബ്രാഞ്ചിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഉപരിസമ്മേളനമായ ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികളെല്ലാം പുറത്ത്, പകരം BJP, കോൺഗ്രസ്, ജനതാദളിന്റെ ആളുകളെ സമ്മേളനത്തിന് വിളിച്ചിരുത്തി, എന്നിട്ട് അതിന്നൊരു സെക്രട്ടറി, അതിന്ന് ലോക്കൽ കമ്മിറ്റി എല്ലാം തിരഞ്ഞെടുക്കുന്ന നിലയാണ് കൊഴിഞ്ഞാമ്പാറയിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിനെതിരായിട്ടെല്ലാം നിരവധി പരാതികൾ ഞാൻ അപ്പോഴേ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും കൊടുത്തിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു നടപടിയും പാർട്ടി നേതൃത്വം കൈക്കൊണ്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ എന്നിട്ടും ക്ഷമിച്ചു. പാർട്ടിയല്ലേ, നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ക്ഷമിച്ച് നിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ആലോചിച്ചു. അപ്പൊ ആലോചിച്ചപ്പോഴാണ് നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് തീരുമാനിച്ച് ഇന്ത്യ മുന്നണി സഖ്യമായി, അത് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ സ്വീകരിച്ച ഒരു നിലപാടാണ്. മധുര പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്, എല്ലാ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി വേണം പ്രവർത്തനം നടത്തണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ
ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇന്ത്യ മുന്നണിയായിട്ട് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ 7 വാർഡ് ഞങ്ങൾക്ക്, അതിൽ 6 വാർഡ് ഞങ്ങൾ ജയിച്ചു. ഒരു ചെറിയൊരു വോട്ടിന്റെ പരാജയത്തിലാണ് ഒരു വാർഡ് നഷ്ടമായിട്ടുള്ളത്. അപ്പം അങ്ങനെ 6 വാർഡ് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഭവം ഗോവയിൽ പോയിട്ടുള്ള വിഷയം. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എല്ലാം കഴിയുമ്പോൾ ഇപ്പൊ നേതാക്കന്മാരുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു ടൂറൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ അവര് ടൂർ പോകുന്നതിനോ റൂം എടുത്തിരിക്കുന്നതിനോ റിസോർട്ടിൽ താമസിക്കുന്നതിനോ ഒന്നും ഒരു വിലക്കുമില്ല. അതെല്ലാം ആർക്ക് വേണമെങ്കിലും പോവാം. പക്ഷെ കൂട്ടത്തിൽ പോയ ആളുകളാണ് പുറത്തു വന്നത് പ്രചരിപ്പിക്കുന്നത്. ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ പോയി തീരുമാനിച്ചു, ഇന്നയാളെ സെക്രട്ടറി ആക്കണം, ഇന്നയാളെ തീരുമാനിക്കണമെന്ന്. അവരുടെ കൂട്ടത്തിൽ പോയ ആളുകൾ പുറത്ത് മറ്റേ കൂട്ടുകെട്ടിനൊപ്പം നിന്ന് പറയുമ്പോൾ അതെല്ലാം പുറത്തു വരിക. അല്ല, കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞത് 3 പേര് പോയി എന്നാ പറഞ്ഞു. നിങ്ങൾ 3 പേരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഇന്നലത്തെ ഇതിലുണ്ട്. ശരി, 3 പേരല്ല പോയത്, ഒരു കൂട്ടമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പോയിട്ടുണ്ട്. അത് പോയതും അവിടെ വെച്ച് അവര് ചർച്ച ചെയ്തതും ഇതെല്ലാം. ഇപ്പൊ പോകുന്ന ആളുകൾ മറ്റു പലരുമായിട്ടും കമ്പനി ഉണ്ടല്ലോ. അപ്പൊ ആ കമ്പനി കൂടുന്നതിനിടയിൽ പല ചർച്ചകൾ വന്ന് കേട്ടറിവ് മാത്രമേ ഞങ്ങൾക്ക് ആ കാര്യത്തിലെല്ലാം ഉള്ളൂ. അങ്ങനെ കേട്ടപ്പോൾ അപ്പൊ ഇങ്ങനെയെല്ലാമാണ് തീരുമാനിച്ചത് എന്ന നിലയിലുള്ള ഒരു വിവരം കൂടി ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രീതിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച നിലപാടേ അല്ല. ഇപ്പൊ ഗോവിന്ദ മാഷ് പറയുന്നുണ്ട് മദ്യപിക്കുന്നവർ പാർട്ടിയിൽ പാടില്ല എന്ന്. ഇപ്പൊ മദ്യപിക്കുന്നവർ പാർട്ടി മെമ്പർഷിപ്പിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചാൽ എത്ര പേരാണ് ഈ പാർട്ടിയിൽ ഇന്നിപ്പോ മെമ്പർഷിപ്പിൽ മദ്യപിക്കുന്ന ആളുകളുള്ളത്? മദ്യപിക്കുന്നവർ പാർട്ടിയിൽ പാടില്ല എന്ന് ഗോവിന്ദ മാഷ് പറയണത് ഈ ചിറ്റൂർ ഏരിയയിൽ പാർട്ടിയിൽ നടപ്പിലാക്കാൻ പറ്റുമോ? എത്ര കമ്മിറ്റികൾ ഉണ്ടാവും? എത്ര കമ്മിറ്റി അംഗങ്ങൾ? ഒരു കുപ്പി പൊട്ടിച്ചാൽ എത്ര പേര് അതിന്റെ ചുറ്റും കൂടുന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതൊന്നും ഇപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ പരസ്യമായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മദ്യപിക്കുന്നവർ പാർട്ടി മെമ്പർഷിപ്പിൽ പാടില്ല എന്നുള്ളൊരു തീരുമാനം ധൈര്യമായിട്ട് നടപ്പിലാക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ ചിറ്റൂർ ഏരിയ കമ്മിറ്റി നടപ്പിലാക്കട്ടെ. എത്ര ആളുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, 5 DC മെമ്പർ ഇറങ്ങി വരാൻ തയ്യാറാണ്. അവരുടെ പേരൊന്ന് പറയാന്നല്ലേ? 5 എന്നുള്ളത് 7 എന്ന് ശശിയേട്ടൻ പറഞ്ഞു. അതുണ്ട്. അതായത് ഇപ്പോ നിലവിലെ ജില്ലാ കമ്മിറ്റിയില് പ്രവർത്തിക്കുന്ന നിരവധി സഖാക്കൾ അവരെല്ലാം ഇപ്പൊ ഇങ്ങനെ വല്ലാണ്ട് വീർപ്പ് മുട്ടി അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരേത് സമയത്തും പുറത്തു വരും. അങ്ങനെ ഒരു 7ഓളം പേരുണ്ട്. അവർ പല സൗഹൃദ സംഭാഷണത്തിനിടയിലും ഞങ്ങളോട് പല പല കാര്യങ്ങൾ വെളിപ്പെടുത്തി. അവരെല്ലാം ഇപ്പൊ പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരു യാന്ത്രികമായിട്ട് പ്രവർത്തിച്ചു പോകണമെന്നല്ലാതെ മനസ്സ് മുഴുവൻ ഞങ്ങളോടൊപ്പമാണ് എന്ന് ഈ 7 സഖാക്കളും പറഞ്ഞിട്ടുണ്ട്. സതീഷ് ഏട്ടാ, നിങ്ങൾ പറയുന്നതെല്ലാം പറഞ്ഞിരുന്നു, കേട്ടിരുന്നു, കണ്ടിരുന്നു. എന്തെങ്കിലും അതിനൊരു തെളിവുണ്ട്? അതേപോലെ PK ശശിന്റെ ഒരു വിഷയം വരുന്നു, അതിൽ ഒരു ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീ, അതിന് കൃത്യമായിട്ട് പരാതി പാർട്ടിക്ക് നൽകണം. പാർട്ടിയെ പരാതി ശരിയെന്ന് കണ്ടെത്തണോ, നടപടി സ്വീകരിക്കണോ? അതുപോലെ എന്തെങ്കിലും തെളിവുണ്ടോ? ഗോവയിൽ പോയി എന്ന് പറയണോ, മദ്യപിച്ചു എന്ന് പറയണോ, ഇയാൾ LC സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞു, അതിന് എന്തെങ്കിലും ആരോ പറഞ്ഞു എന്നല്ലാതെ എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല, അങ്ങനെ തെളിവുകളെല്ലാം നിരത്തി ഇപ്പൊ വാദിക്കാൻ നമ്മളിപ്പോ കോടതിയൊന്നും അല്ലല്ലോ. നമുക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതെല്ലാം നാട്ടിൽ പാട്ടാണ്. അപ്പൊ അങ്ങനെ അത്തരം തെളിവുകളേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ തെളിവുകൾ നിരത്തി വാദിക്കാൻ ഇതിപ്പോ കോടതിയോ കേസോ മറ്റു കാര്യങ്ങൾക്കൊന്നും. ഈ പറഞ്ഞതും കേട്ടതും മാത്രമായിരുന്നു സംസാരിച്ചത്. അതായത് നിങ്ങൾ പറയണോ മറ്റേ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഇന്നലെ ഒരാളും അവിടെ സംസാരിച്ചിട്ടില്ല. ഇതെല്ലാം നാട്ടിൽ പാട്ടാണ്. എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇതെല്ലാം ആരും പുറത്തു പറയുന്നില്ല. പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് ഒരാളെയും അധിക്ഷേപിക്കരുത്. വ്യക്തിപരമായ വിമർശനങ്ങൾ ഈ നല്ല രാഷ്ട്രീയക്കാരൊന്നും അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത് വിമർശിക്കാറില്ല. അത് വിമർശിച്ചിട്ടുമില്ല. അങ്ങനെ വ്യക്തിപരമായിട്ട് വിമർശിച്ചില്ല. ഒരു ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ അരാജകത്വം, ഈ സംഘടനയെ ഉപയോഗിച്ച് ധാർഷ്ട്യവും അഹങ്കാരവും മൂർത്തു നിൽക്കുന്ന ചില ആളുകളെ പറയാതിരിക്കാൻ വേറെ നിർവാഹമില്ല എന്ന് തോന്നുമ്പോഴാണ് ചില കാര്യങ്ങളെങ്കിലും പുറത്തു പറയുന്നത്. എന്നാലും അതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും ഒരാളും ആരെയും അധിക്ഷേപിച്ചിട്ടൊന്നുമില്ല. ഇന്നലെ ജില്ലാ സെക്രട്ടറിനെ കുറിച്ച് പറഞ്ഞത് PK ശശി പറഞ്ഞത് കുറഞ്ഞു പോയി എന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെ കൃത്യമാണെന്നാണ് പറയുന്നത്? വസ്തുതാവിരുദ്ധമായ ഒരു കാര്യവും ഒരാളും അവിടെ സംസാരിച്ചു. വൈകുന്നേരം 5 മണിക്ക് ശേഷം സുരേഷ് ബാബു ആരെന്ന് ചിറ്റൂരുകാർക്ക് അറിയാന്ന് പറഞ്ഞു. പറയുന്നത് ആരാണ്? ആരാണ്? PK ശശി.
അദ്ദേഹം പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണ്? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വീഡിയോയിലുണ്ട്, അതിനോട് തന്നെ അപ്ലൈ ചെയ്യാതെ. അങ്ങനെ സമയം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരാണ് വൈകുന്നേരം അല്ലെങ്കിൽ ചിറ്റൂരാർക്കാണെന്നും പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ആ ആരോപണങ്ങളൊന്നും പി കെ ശശിയുടെ ഭാഗത്തു നിന്ന്. ഇതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിഷയങ്ങൾ ഉണ്ടായ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദൻ അദ്ദേഹം പാർട്ടി വിട്ടു പോയില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് പ്രവർത്തിച്ചത്. അതായത് അവസാനം മരണവരെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ അദ്ദേഹം പോലുള്ള ഒരാൾക്ക് ഫൈറ്റ് ചെയ്യുന്നതുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ആൾക്കാരുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ആ പാർട്ടിയിൽ നിൽക്കാതെ എന്തിനാ ഈ പുറത്ത് വന്ന് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്? പുതിയ പാർട്ടി എന്നെല്ലാം കേൾക്കുന്നുണ്ട്. എന്താ ശരിയാണോ അതൊക്കെ? VS അവിടെ കിടക്കുന്നു. ശരി, ഗൗരി അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള ഒരു മകാനായ വ്യക്തി അല്ല, നിങ്ങളെ പോലെ കമ്മ്യൂണിസ്റ്റ് ഉപയോഗിക്കാൻ നമ്മൾ ആരാണ്? നമ്മളൊരു ചെറിയ ആളല്ലേ? VSന്റെ ഒപ്പം നമ്മളെ എല്ലാം പറയാം. എന്തൊരു കാര്യമേ അങ്ങനെ പറയാൻ പറ്റും. ശരി, ഓക്കെ. ഇനി അടുത്ത പരിപാടി എന്താണ് നിങ്ങളുടെ? ഞങ്ങൾക്ക് ക്ഷമിക്കുന്നതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. ഞങ്ങൾ പരമാവധി ക്ഷമിച്ചു. ഒരു 1.5 വർഷത്തോളം കാത്തിരുന്നു. പാർട്ടി സംഘടനാപരമായി ഇത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു. എല്ലാ പരാതിയുടെ ഇപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പടിയും കടന്നു എന്ന് പറയില്ലേ, അതുപോലെ എല്ലാ ക്ഷമയും കടന്ന് ഒരു രക്ഷയുമില്ലാതെ ഇപ്പം ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു കാരണം കൊണ്ട് ഒരുപാട് അരാജകത്വം ഇവിടെ അഴിച്ചുകൂട്ടു CPM ആ ഘട്ടത്തിൽ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വേറെ രക്ഷയില്ലല്ലോ. എത്ര പാർട്ടി സഖാക്കളെ ബുദ്ധിമുട്ടിച്ചു, എത്ര ആളുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും മറ്റു നടപടികൾ എടുക്കാനും ശ്രമിച്ചു ഞാൻ പറയും. അപ്പൊ അങ്ങനെ എല്ലാം വന്ന ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സഖാക്കളുടെ പേരിൽ വേട്ടയാടുകയാണ് നേതൃത്വത്തെ ഉപയോഗിച്ച്, ഭരണസ്വാധീനത്തെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടിയും കടന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും ഒരു കൺവെൻഷനിലേക്കെല്ലാം പോവുകയും ഒരു യുവജന കൺവെൻഷൻ ചേരുകയും ഒരു മറ്റു നിലപാട് എടുക്കേണ്ടി വരികയും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരികയും ചെയ്തത്. ഞങ്ങൾ മത്സരിച്ചപ്പോൾ ഞങ്ങളെ വലിയ ആവേശപൂർവ്വമാണ് ഈ കൊഴിഞ്ഞാമ്പാറയിലെ ജനങ്ങൾ സ്വീകരിച്ചത്. പക്ഷെ കോൺഗ്രസിന്റെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? കോൺഗ്രസുമായിട്ട് ധാരണയിലാണ്, അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ UDF ഇന്ത്യ മുന്നണി സഖ്യമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് CPM-ന് എത്ര പാർലമെന്റ് അംഗങ്ങളുണ്ട്? 3 പേരല്ലേ? അതിൽ രാധാകൃഷ്ണൻ ഒഴികെ മറ്റ് 4 പേര്. അതിൽ രാധാകൃഷ്ണൻ ഒഴികെ മറ്റുള്ള 3 അംഗങ്ങൾ ജയിച്ചത് ആരുടെ വോട്ട് വാങ്ങിച്ചിട്ടാ? ഇപ്പൊ രാജസ്ഥാനിലെ സിക്കാർ പറയുന്ന ലോകസഭാ മണ്ഡലത്തിൽ ഒരു അമ്രാറാം എന്ന് പറയുന്ന ഒരു MP ഉണ്ട്, 75 വയസ്സ് പിന്നിടുന്ന ഒരു കർഷക നേതാവ്. അദ്ദേഹം CPM-ന്റെ വോട്ട് വാങ്ങിച്ചിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്നത്. ആരുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്നത്? അപ്പൊ ലോകസഭയിലെ അംഗമായി കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിച്ചിട്ട് പാർലമെന്റ് അംഗങ്ങൾക്ക് ഇരിക്കാമെങ്കിൽ എന്തുകൊണ്ട് പഞ്ചായത്തില് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിച്ചിട്ട് അംഗമായിട്ട് ഇരുന്നുകൂടാ? അവിടെ പോലെയല്ലോ സതീഷേട്ട. ഇവിടെ നിങ്ങൾ എപ്പോഴും എനിക്ക് തോന്നുന്നു കോൺഗ്രസും CPM-ഉം എപ്പോ നോക്കിയാലും ഇടഞ്ഞൊരു പോലെ നിൽക്കണ്ടേ? നിങ്ങൾ ഏകദേശം ഞാൻ ചോദിക്കട്ടെ, ദേശീയ പാർട്ടിയല്ലേ CPM എന്ന് പറയുന്നത്? അതെ, ദേശീയ പാർട്ടി 25 വർഷമായി ദേശീയ അടിസ്ഥാനത്തിൽ ഒരു നിലപാട്, കേരളത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണോ പോകുന്നത്? ഞാൻ സതീഷേട്ടനെ ചോദിക്കാൻ ദേശീയ എനിക്കറിയുന്നത് ചിറ്റൂര് കൊഴിഞ്ഞാമ്പാറ, അതില് ഏകദേശം 25 വർഷമായി അല്ലേ, 30 വർഷമായിട്ടുണ്ടാവും അല്ലേ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. കോൺഗ്രസിനോട് അത്രത്തോളം എതിർപ്പായിരുന്നു സതീഷ് ചേട്ടന്. എൻ്റെ ഒരു ഐഡിയ ശരിയാണെങ്കിൽ കോൺഗ്രസ് നേതാവ് തണികാചലത്തിന്റെ കൗമ മിൽക്ക് ഒരിക്കൽ 5 മൈൽ വെച്ച് നിങ്ങൾ തള്ളി വിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പമാണ് നിങ്ങൾക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ സാധിക്കുന്നു? രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ CPM-നെ കൊണ്ടൊരു പ്രശ്നം വന്നപ്പോഴേ പിന്നെ രാഷ്ട്രീയമായി അവരോട് കൂട്ടുകൂടാന്നാണോ? എല്ലാം രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. അന്ന് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ടല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഒരു കമ്മ്യൂണിസം പറഞ്ഞ നല്ലൊരു തത്വമുണ്ട് അല്ലെ? ആ തത്വചിന്തയോടെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതേപോലെ കോൺഗ്രസിനുണ്ട്. എങ്ങനെ ഈ തത്വം അവിടെ യോജിക്കും സതീഷ്? കോൺഗ്രസിന്റെ ഒരു തത്വത്തിനോട് ഞങ്ങൾ ചേർന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വോട്ട് മാത്രം മതി. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്നത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റിന്റെ എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാർക്സിസ്റ്റ് കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രം കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലൊരു മുന്നണിയായി മത്സരിക്കുന്നു. അതിൽ ഞങ്ങളുടെ ഐഡിയോളജിക്കൊപ്പം കോൺഗ്രസിന്റെ വോട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു മുന്നണിയായിട്ട് ജയിച്ചു വരുന്നു. അതിലെന്താ തെറ്റ്? അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശരിയാണെന്ന് ജനങ്ങൾ തെളിയിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ സതീഷേട്ടാ, ഏകദേശം നിയമസഭ ഇലക്ഷൻ നടത്തും അല്ലേ? ഇനി നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു പ്ലാന്? അല്ല, അതൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ അത് എങ്ങനെ ചെയ്യണം എന്താണെന്നൊക്കെ അങ്ങനെ ചെയ്താൽ UDF-ഉമായിട്ട് അത് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അസംബ്ലി ഘട്ടത്തിൽ എങ്ങനെ തീരുമാനിക്കണം എന്നൊന്നും ഇപ്പൊ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല.
അല്ല, എന്നാലും ഒരു ഐഡിയ ഉണ്ടാവില്ലേ? ഇന്നലെ വന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു കൺവെൻഷൻ. ഇന്നലത്തെ കൺവെൻഷനിൽ ഞങ്ങൾ അതാണ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല ഈ കൺവെൻഷന്റെ ഉദ്ദേശം. ഞങ്ങൾ ജില്ലയിലെ നല്ല സഖാക്കളായിട്ടുള്ള നല്ല കോംറേഡ്സുകളായിട്ടുള്ള സഖാക്കളുടെ ഒരു പ്രവർത്തകരുടെ ഒരു കൺവെൻഷനാണ്. ഞങ്ങളൊരു 600 പേര് പ്രവർത്തകർ എല്ലാ ഏരിയകളിൽ നിന്നും എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും അവരെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നലെ ഈ കൺവെൻഷന്റെ ഞങ്ങൾ ഒരു ബോർഡ് പോലെ എവിടെയും വെച്ചില്ല, ഒരു പ്രചരണവും എവിടെയും കൊടുത്തില്ല, ഒരാളെയും വിളിച്ചു പറഞ്ഞില്ല. എല്ലാം ഒഴുകിയെത്തിയതാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കൺവെൻഷനായിട്ടായിരുന്നു ഇന്നലെ മാറിയത്. ഞങ്ങൾ വേണ്ട വിധത്തിലൊന്നും ആരെയും ക്ഷണിക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. അപ്പൊ എത്രത്തോളം എതിർപ്പ് ഈ CPIM-ന്റെ ജില്ലാ നേതൃത്വത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ കൺവെൻഷനാണ് തെളിയിക്കപ്പെട്ടത്. ഞങ്ങൾ കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും അങ്ങനെ വല്ലാത്തൊരു പങ്കാളിത്തം ഇന്നലെ കൺവെൻഷനിൽ പോയിട്ടില്ലല്ലോ. കൊഴിഞ്ഞാമ്പാറയിൽ നിന്നൊന്നും ആരും പോയിട്ടില്ല. പ്രവർത്തകർ മാത്രം, ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരും കുറച്ച് ആളുകളും മാത്രമാണ്, പ്രവർത്തകർ മാത്രമാണ് പോയത്. പക്ഷെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വാഗത പ്രസംഗം പറയുമ്പോൾ M സതീഷ് എന്ന് പറയുമ്പോൾ നല്ല ക്ലാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? അതുണ്ടാവും, അതെല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങാൻ വെച്ചോളെ, അതിന്റെ തത്വം എന്തായിരിക്കും എന്നറിയാനുള്ള അത് തുടങ്ങുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ആലോചിക്കും. എന്തായാലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. അതിൽ നിന്നൊരു മാറ്റം ഞങ്ങൾ ആരും സ്വീകരിക്കില്ല. തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുമോ? ഇതെല്ലാം തിരുത്തണം. CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇത് നാളിതുവരെ നടത്തിയിട്ടുള്ള എല്ലാ തെറ്റായ നടപടികളും പരിപൂർണമായിട്ട് തിരുത്താൻ തയ്യാറായാൽ ഞങ്ങൾ CPIM ആയിട്ട് തന്നെ പ്രവർത്തിക്കും. അതിന് സംശയമൊന്നുമില്ല. സതീഷായിട്ട് ഇത് ഗൗരിയമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ, എന്നിട്ട് വലിയൊരു ജനക്കൂട്ടം കൂടി, എന്നിട്ട് അവസാനം എന്തായി? ഞാൻ ചോദിക്കുന്നത് ഗൗരിയമ്മ, അയ്യോ ഞാൻ നിങ്ങളുടെ പാർട്ടിയിൽ ഒരാളിനെയാ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഗൗരിയമ്മ, MP രാഘവൻ, VS ഇവരെല്ലാം മഹാന്മാരായ ഈ സംസ്ഥാനത്തിന്റെ കേരള ചരിത്രത്തിൽ ഞങ്ങളൊന്നും അവരുടെ 7 അയലത്ത് പോലും എത്തില്ല. അങ്ങനെയുള്ള നേതാക്കന്മാരെ ഞങ്ങളുമായിട്ട് ഉപമിക്കേണ്ട. പിന്നെ ഞാൻ അതിലൊരു രാഷ്ട്രീയം നിങ്ങൾ ചോദിച്ചതിൽ പറയാം. ഗൗരിയമ്മയും MP രാഘവനും എല്ലാം ഈ പാർട്ടി വിടുന്ന ഘട്ടത്തിൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. അന്ന് EMS ജീവനോടുണ്ടായിരുന്നു, നായനാരുണ്ടായിരുന്നു. അങ്ങനെ EMS, നായനാര്, VS, കോടിയേരി എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കേരളത്തിൽ. ആ ജനനേതാക്കന്മാരെ ജനങ്ങൾക്ക് വിശ്വാസമാണ്. ഒരു വിഭാഗീയതയും അന്ന് കേരളത്തിൽ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ല. ഇതുപോലെ റിബൽ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊന്നും എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഈ പാലക്കാട് ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിബൽ സ്ഥാനാർത്ഥികളായിട്ട് CPIM-നകത്ത് നിന്ന് വിമത സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒരു ജില്ലയാണ് പാലക്കാട്. 42 വിമത സ്ഥാനാർത്ഥികൾ വിവിധ വാർഡുകളിൽ മത്സരിച്ചു. അതിന്റെ ഭാഗമായിട്ട് എത്ര വലിയ നഷ്ടമാണ് പാർട്ടിക്ക് സംഭവിച്ചത്? 18 പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു, 2 മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടു, നിരവധി ബ്ലോക്ക് സീറ്റുകൾ. ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്തിൽ 12 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു. 5 ഡിവിഷനിൽ 500-ൽ താഴെ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇതിനേക്കാളും എന്ത് നഷ്ടമാണ് പാർട്ടിക്ക് സംഭവിക്കാനുള്ളത്? ഇനിയും തിരുത്തിയിട്ടില്ലെങ്കിൽ ഇതിലേറെ അനുഭവങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവും. നഷ്ടം സംഭവിക്കും. അപ്പൊ നഷ്ടം വരുത്തിയത് നിങ്ങൾ തന്നെയല്ലേ? അല്ല, CPIM-ന് ഉണ്ടായിട്ടുള്ള നഷ്ടം, അതിന് ഉത്തരവാദികൾ ആര്? അവരെന്തുകൊണ്ട് ഇങ്ങനെ നഷ്ടത്തിലേക്ക് പോയി? എന്തുകൊണ്ട് ഇങ്ങനെ വിമത സ്ഥാനാർത്ഥികൾ വന്നു? ഇതെല്ലാം സംഘടനാപരമായി പരിശോധിക്കാനും അത് പരിഹരിക്കുന്നതിനുമുള്ള ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടല്ലേ? ശരിയായ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു എതിർ ശബ്ദം അവിടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളും നമ്മുടെ EN സുരേഷ് ബാബുമായിട്ട് നേരിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? നേരിട്ട് ഇതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഇതിലൊരു കാര്യമില്ല. നേരിട്ട് പല പല വിഷയങ്ങൾ ഞങ്ങൾ സംസാരിക്കും. ഈ വിഷയം സംസാരിച്ചിട്ടില്ല. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. സതീഷേട്ടാ, വൈൻഡപ്പ് ചെയ്യാം. ജനങ്ങളോട് എന്താ പറയുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരായി നല്ല സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് എന്ത് പിന്തുണയാണോ ജനങ്ങൾ നൽകിയിട്ടുള്ളത്, എന്നും ജനങ്ങളോടൊപ്പം നിന്ന് നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. അതിനുള്ള എല്ലാ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.